Welcome to Complementary Electronics for Semester 3 BSc main students, Physics main students, Complementary Electronics Semester 3. And this is class number 4, and today we see the 25th chapter. We start another chapter. Chapter number 24 is over. Now we see chapter number 25. And here the chapter name or the syllabus, the unit 4 is feedback amplifiers. Feedback amplifiers, that is the name of the chapter. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആണ്. BSc ഫിസിക്സ് മെയിൻ സ്റ്റുഡൻസിൻ്റെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 3. ഇവിടെ ഇന്ന് നമ്മൾ യൂണിറ്റ് 4 ആരംഭിക്കുകയാണ്. അതിൻ്റെ പേര് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. യൂണിറ്റ് 4 ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. ആ ഫീഡ്ബാക്ക് എഴുതുമ്പോൾ ഒറ്റ വാക്കായിട്ട് ഇടണം കേട്ടോ. ഫീഡും ബാക്കും ഇല്ല, ഫീഡ്ബാക്ക് ഒറ്റ വാക്ക്. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. എന്താണ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ? എന്താണ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്കൊരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ടുണ്ട്. ഇൻപുട്ടിൽ നമ്മൾ ചെറിയ ഒരു സിഗ്നൽ കൊടുക്കും. വോൾട്ടേജ് പറയുകയാണെങ്കിൽ ചെറിയൊരു വോൾട്ടേജ് കൊടുക്കും. ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ചെറിയ വോൾട്ടേജ് എടുക്കും. ഒരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ഇൻപുട്ടിൽ നമ്മളൊരു 0.1 വോൾട്ട് സിഗ്നൽ കൊടുക്കും. ഔട്ട്പുട്ടിൽ നിന്ന് 10 വോൾട്ട് സിഗ്നൽ എടുക്കും. അതാണ് സാധാരണ ആംപ്ലിഫയർ. ഒരു ചെറിയ ഇൻപുട്ട് കൊടുക്കുകയും വലിയ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഡിവൈസുകളെ വിളിക്കുന്നവർ ആംപ്ലിഫയർ. അത് പവർ ആംപ്ലിഫയർ ആകാം, കറണ്ട് ആംപ്ലിഫയർ ആകാം, വോൾട്ടേജ് ആംപ്ലിഫയർ ആകാം. എന്തായാലും ചെറിയ സിഗ്നൽ കൊടുക്കും, വലിയ സിഗ്നൽ പുറത്തേക്ക് കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടിൽ നിന്ന് കുറച്ചെടുത്ത് വീണ്ടും ഇൻപുട്ടിലേക്ക് കൊടുക്കും നമ്മൾ. അപ്പോൾ ഇൻപുട്ട് അങ്ങനെ കൂട്ടാം നമുക്ക്. ഇൻപുട്ട് കൂടിയാൽ ഔട്ട്പുട്ട് കൂടും. അപ്പോൾ അങ്ങനെ ഉള്ള കേസിൽ ഈ ഔട്ട്പുട്ടിൽ നിന്ന് കുറച്ചെടുത്ത് ഇൻപുട്ടിൻ്റെ കൂടെ കൊടുത്താൽ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഒരു പ്രിൻസിപ്പിൾ. അതുപോലെ ഔട്ട്പുട്ട് കുറയ്ക്കുകയും ചെയ്യാം. എന്തായാലും ആ പ്രിൻസിപ്പിൾ എന്താണ്, ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ വി ഡിസ്കസ് വാട്ട് ഈസ് കോൾഡ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസിസ്റ്റർ. ദ പ്രോസസ് ഓഫ് ഇൻജെക്റ്റിംഗ് എ ഫ്രാക്ഷൻ ഓഫ് ദി എനർജി ടു ദി ഇൻപുട്ട് ഓഫ് an amplifier is known as feedback. The process of injecting a fraction of output energy, അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട്. ഔട്ട്പുട്ട് ORP അവിടെ എഴുതിയിട്ടുണ്ട്, അത് പ്രത്യേകം നോക്കണം. Fraction of output. The process of injecting a fraction of ORP, output energy, to the input of an amplifier is known as feedback. ഒന്നിനെ മനസ്സിലാക്കുക. You understand it again. The process of injecting a fraction of output energy to the input of an amplifier is known as feedback. അപ്പോൾ ആംപ്ലിഫയറിന് ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. ഔട്ട്പുട്ടിൻ്റെ ചെറിയൊരു ഫ്രാക്ഷൻ ഇൻപുട്ടിലേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കുക, അതിനെ വിളിക്കുന്ന പേരാ ഫീഡ്ബാക്ക്. ദർ ആർ 2 ബേസിക് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക്. വൺ ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് അതർ ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. 2 തരം ഫീഡ്ബാക്ക് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക്, രണ്ടാമത്തത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് നമ്മൾ ആദ്യം പറയും. വാട്ട് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്? വെൻ ഫീഡ്ബാക്ക് എനർജി വോൾട്ടേജ് ഈസ് ഇൻ ഫേസ്, അതായത് ഇൻപുട്ടിൻ്റെ അതേ ഫേസിൽ, ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന അതേ ഫേസിൽ നമ്മൾ ഫീഡ്ബാക്ക് വോൾട്ടേജ് കൂടി കൊടുത്താൽ, വെൻ ദ ഫീഡ്ബാക്ക് എനർജി വോൾട്ടേജ് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ, ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇൻ ഫേസിൽ ഔട്ട്പുട്ടിൻ്റെ ഫ്രാക്ഷൻ ഇൻപുട്ടിൽ കൊടുത്താൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. അപ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇൻക്രീസസ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വർദ്ധിപ്പിക്കും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് എംപ്ലോയിഡ് ഇൻ ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നതാണ്. ഓസിലേറ്റേഴ്സിൽ സാധാരണ സ്വീകരിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. ഇനി വാട്ട്സ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? വെൻ ഫീഡ്ബാക്ക് എനർജി ഈസ് ഔട്ട് ഓഫ് ഫേസ്, ഓപ്പോസിറ്റ് ഫേസ് ആണെങ്കിൽ, വെൻ ദ ഫീഡ്ബാക്ക് എനർജി ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ, ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് reduces the gain of the amplifier, but it has some major advantages. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ടിലെ ഫ്രാക്ഷൻ ഇൻപുട്ടിൽ കൊടുക്കുന്നത് ഫീഡ്ബാക്ക് ചെയ്യുന്നത് ഔട്ട് ഓഫ് ഫേസിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗെയിൻ കുറയും, ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. എങ്കിലും അതിന് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, വെൻ ദി ഫീഡ്ബാക്ക് എനർജി ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദി ഇൻപുട്ട് സിഗ്നൽ, ഇറ്റ് ഈസ് കോൾഡ് negative feedback. Negative feedback reduces the gain of the amplifier, but it has some major advantages.
അതിൽ ചില മേജർ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ പറയുകയാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഗെയിൻ കുറവാണെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അതിന് ഇതൊരു എസ്സേ ക്വസ്റ്റൻ ആരംഭിക്കുകയാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പ്രിൻസിപ്പിൾ പറയുക. അപ്പോൾ അതൊരു എസ്സേ ക്വസ്റ്റനായിട്ട് കൊടുത്തിട്ട് ഉത്തരമായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അതിൻ്റെ കൂടെ obtain an expression for gain of a negative feedback amplifier, explain the advantages of negative feedback. അപ്പോൾ എന്താ നെഗറ്റീവ് ഫീഡ്ബാക്ക്? ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിനിന്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിന് ഒരു എക്സ്പ്രഷൻ പറയുക. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ മിനിമം പറയുക. അപ്പോൾ ആദ്യ പാർട്ട് ഗെയിൻ ഓഫ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ AF ഈസ് A/1+AM എന്നാണ്. ആ ടേമെല്ലാം എഴുതുന്നത് വളരെ സൂക്ഷിക്കണം. AF ഫീഡ്ബാക്ക് ഗെയിൻ, എഫ് അവിടെ സഫിക്സ് ആണ്. ഇപ്പുറത്തെ ഏത് പറഞ്ഞാൽ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്, AF എന്ന് പറഞ്ഞാൽ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. താഴെ 1+A/M ആകട്ടോ, അവിടെ എം സഫിക്സ് അല്ല. A/M, എമ്മിനെ വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, ഫീഡ്ബാക്ക് റേഷ്യോ. എം എന്ന് പറയും, ചില ബുക്കിനകത്ത് ബീറ്റ എന്ന് പറയും. നമ്മളിവിടെ എം എന്നുള്ള ഒരു സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ബീറ്റ എഴുതുന്നതിനേക്കാൾ നല്ലത് എം എഴുതുന്നതാണ്. കാരണം ഇത് ഫൈനൽ DC ഇലക്ട്രോണിക്സ് പേപ്പറിലും ഇതുണ്ട്. അപ്പോൾ അവിടെ എം ആയിരിക്കും മിക്കവാറും പഠിക്കുന്നത്. ബീറ്റ എഴുതാനും കുഴപ്പമില്ല, സ്മോൾ പേര് ബീറ്റ എഴുതാം. അപ്പോൾ A ഫിസിക്കൽ A/1+AM. AFന് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്, AA ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്, എമ്മിന് ഫീഡ്ബാക്ക് റേഷ്യോ ഓർ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയും. So gain of a negative feedback amplifier is given by AF is equal to A/1+AM. A is the gain without feedback, AF is the gain with feedback, and M is the feedback ratio. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുക. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ബ്ലോക്ക് ഡയഗ്രാം. ആ ഡയഗ്രം നോക്കുകയും ആ മുകളിൽ കാണുന്ന ബ്ലോക്കാണ് ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്ക്. താഴെ ഫീഡ്ബാക്ക് സർക്യൂട്ടാണ്, മിക്കവാറും റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് നമ്മളിവിടെ EO എന്ന് കാണിച്ചിട്ടുണ്ട്. VO എന്ന് കാണിക്കുന്നത് ഇവിടെ EO എന്നാണ് കാണിക്കുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട് അവിടെ. കാരണം VO എന്ന് കാണിക്കാതെ EO കാണിക്കുന്നത് കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കും. അവിടെ ഔട്ട്പുട്ടിൽ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ലോഡിന് അക്രോസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് EO കിട്ടുന്നത്. അവിടെ നിന്നൊരു ഫ്രാക്ഷനാണ് നമ്മൾ എടുത്ത് ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടാണ് താഴെ കാണിച്ചിരിക്കുന്ന ബ്ലോക്ക്. അവിടെ ഒരു M എന്നുള്ള പാർട്ട് ഇൻപുട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇൻപുട്ട് EG ആണ്. അതിൻ്റെ കൂടെ EOയുടെ M എന്നുള്ള പാർട്ട്, M എന്നുള്ളൊരു ഫ്രാക്ഷനാണ്, ഒരു 0.1 0.2 വരുന്നത്. അപ്പോൾ 0.1 E0 കൂടി EG കൊടുക്കുകയാണ്. ഇത് ഇൻപുട്ട്, ഈ ഔട്ട്പുട്ട്. ഫീഡ്ബാക്ക് നടത്തുമ്പോൾ ഈ EG കൂടെ EOയുടെ M ടൈംസിൽ വരും. EG മൈനസ് MEO വരും. Consider a negative feedback amplifier as shown in the figure. The gain of the amplifier is amplifier without feedback. Without feedback is A. The gain of the amplifier without feedback is A. Negative feedback is applied by feeding a fraction M of the output voltage EO back to the input of the amplifier. Amplifier ഇൻപുട്ടിലേക്ക് ഔട്ട്പുട്ടിൻ്റെ EOയുടെ ഒരു ചെറിയ ഫ്രാക്ഷൻ നമ്മൾ ഇൻജക്റ്റ് ചെയ്യുകയാണ്. Therefore, actual input of the amplifier VI is equal to EG minus MEU. അപ്പോൾ ആക്ച്വൽ ഇൻപുട്ടായിട്ട് EG മൈനസ് MEU എന്ന് പറയും. അപ്പോൾ നമ്മൾ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് എഴുതുന്നത്, ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ എഴുതുന്നത് എങ്ങനെയാണ്?
എ ഈസ് ഇക്വൽ ടു വി ഒ ബൈ വി ഐ. ആ വി ഒയുടെയും വി ഐയുടെയും വാല്യൂ കൊടുക്കുകയാണ്. എ ഈസ് ഇക്വൽ ടു വി ഒ ഈസ് ഇ ഒ, ഇ ഒ ബൈ ഇ ജി മൈനസ് എം ഇ ഒ. നമ്മൾ എം ഇ ഒ ആണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്നത്. ഇത് സിംപ്ലിഫൈ ആയിട്ട് നമ്മളതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് എളുപ്പം. ദാറ്റ് ഈസ് 1 ബൈ ഐ ഈസ് ഇക്വൽ ടു ഇ ജി മൈനസ് എം ഇ ഒ ബൈ ഇ ഒ. 1 ബൈ ഐ ഈസ് ഇക്വൽ ഡിവൈഡ് ചെയ്യണം. ഇ ജി ബൈ ഇ ഒ മൈനസ് എം എന്ന് കിട്ടും. ഇ ഒ വെട്ടിപ്പോകും. 1 ബൈ ഐ ഈസ് ഇക്വൽ ടു 1 ബൈ ഐ ഈസ് ഇക്വൽ ടു 1 ബൈ എ പ്ലസ് എം. ആ മൈനസ് എം ആർ എച്ച് എസിലുള്ളത് എൽ എച്ച് എസിൽ കൊണ്ടുവരിക. ടേക്ക് മൈനസ് എം ടു ദി എൽ എച്ച് എസ്. 1 ബൈ എ പ്ലസ് എം ഈസ് ഇക്വൽ ടു ഇ ജി ബൈ ഇ ഒ. You add in the LHS. A is the LCM. We get 1 plus AM by A is equal to EG by EU. അതൊന്ന് റെസിപ്രോക്കൽ പറയുമ്പോൾ EO by EG is equal to A by 1 plus AM. EO by EG is called AF. It is called gain with the feedback. Gain with the feedback. Therefore, AF is equal to A by 1 plus AM. That is the gain of a negative feedback amplifier. It's a final equation. AF is A by 1 plus AM. Important equation. Hence, the gain of a feedback amplifier with a negative feedback. ആ മുകളിൽ കാണുന്ന ഇക്വേഷനാണ് gain of a negative feedback amplifier. The gain of a negative feedback amplifier is A is equal to A by 1 plus AM. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മൾ ഇൻഫേസിലാണ് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ എഴുതി വരികയാണെങ്കിൽ ഇൻപുട്ടൊക്കെ എഴുതി വരികയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ചിഹ്നം, ഒരു സൈൻ മാറും. ഫോർ എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് AF ഈസ് ഈക്വൽ ടു A by 1 മൈനസ് AM. അപ്പോൾ നോക്കിക്കേ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ AF ഈസ് A by 1 plus AM. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ AF is A by 1 minus AM. So this is the equation that you have to remember always. For negative feedback amplifier, the gain with the feedback is given by AF is equal to A by 1 plus AM. A is called a gain without feedback. AF is the gain with the feedback. M is the feedback ratio or feedback fraction. Again, M is called loop gain. AM is called loop gain. അല്ലെങ്കിൽ feedback factor. You remember, feedback factor is not equal to feedback fraction. Feedback fraction is small m. Feedback factor is AM, which is also called loop gain. Loop gain. Capital A is called gain without feedback, which is called open loop gain. AF is called closed loop gain. AF is called closed loop gain. ഒരുപാട് ടൈംസ് ഉണ്ട് കേട്ടോ. A എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ അല്ലെങ്കിൽ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. AF എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഓർ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. AM എന്ന് പറഞ്ഞാൽ സിംപിളി ലൂപ്പ് ഗെയിൻ. That is all with our 4th class. Thank you very much.